السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ആദരണീയരായ നേതാക്കളെ, അതിഥികളെ, സഹപ്രവർത്തകന്മാരെ, വളരെ ആനുകാലികമായ വിഷയങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ സംസ്ഥാന സമിതി ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇന്ന് ഏറെക്കുറെ അതിൻ്റെ സമാപന ദിവസമാണ്. കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ ഓഗസ്റ്റ് 15 ആരംഭിക്കുകയും പിന്നീട് കേരളത്തിലെ വിവിധ ജില്ലാ തലങ്ങളിൽ, കേന്ദ്രങ്ങളിൽ ഏറ്റവും ശക്തമായ ബോധവൽക്കരണം നടത്തുകയും ചെയ്തുകൊണ്ട് ഈ ക്യാമ്പയിൻ സമാപനത്തിലെത്തി നിൽക്കുകയാണ്. എന്തായിരുന്നു ഇങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം? അതൊരു യാദൃച്ഛികമായി തിരഞ്ഞെടുത്തതല്ല. വളരെ ആനുകാലികമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം, ഇതുവരെ നമുക്ക് പരിചയമില്ലാത്ത ഒരു വിഷയം. 70 ഏറെക്കുറെ 7 പതിറ്റാണ്ടുകൾ ഇന്ത്യയിൽ ആർക്കും കേട്ടുകേൾവിയില്ലാത്ത, അതിനു മുമ്പുള്ള ചരിത്രത്തിലും ഒരിക്കലും ആരും ഉൾക്കൊള്ളാത്ത ചില വേരുകൾ അന്വേഷിച്ചുകൊണ്ട് ചില ആളുകൾ ദുർവ്യാഖ്യാനത്തിലൂടെ സമുദായ സൗഹാർദ്ദവും മതസൗഹാർദ്ദവും മനുഷ്യ സൗഹാർദ്ദവുമെല്ലാം അതിനെ തുരങ്കം വെക്കുന്ന നിലക്കുള്ള ചില നീക്കങ്ങൾ, ഗൂഢമായ ശ്രമങ്ങൾ ഇവിടെ നടക്കുകയുണ്ടായി. അത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഏറ്റവും ഭീകരമായി ബീഭത്സമായി നിൽക്കുന്ന ഒരു കാര്യം, ലോകത്ത് ഒരു പതാക ഉയരുന്നു. 100 കണക്കിൽ പതാകകൾ ഇവിടെ ഉയർന്നിട്ടുണ്ട്. പല വർണ്ണങ്ങളിൽ പല പ്രമേയങ്ങൾ വെച്ചുകൊണ്ട് ലോകത്ത് ഒട്ടധികം പതാകകൾ ലോകരാഷ്ട്രങ്ങളുടെ ഔദ്യോഗികവും പാർട്ടികളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും എല്ലാം പതാകയും സ്വീകരിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള പതാകകൾ ലോകത്തുണ്ടായിട്ടുണ്ട്. എന്നാൽ വളരെ ദുഃഖകരമായ ഒരു സംഭവം, ഒരു പതാക ഉയരുകയും ആ പതാകയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കാണുകയും ചെയ്യുന്നു. ലോകത്ത് സമാധാനം മാത്രം ആഗ്രഹിച്ച, സമാധാനത്തിലേക്ക് മാത്രം ജനങ്ങളെ വിളിച്ച, സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളുടെ നാവുകളിൽ ഉരുവിട്ടുകൊണ്ടിരിക്കേണ്ട, മനുഷ്യനും അവന്റെ സൃഷ്ടാവും തമ്മിലുള്ള ബന്ധത്തെ അരക്കിട്ടുറപ്പിക്കുന്ന ഒരു മഹത്തായ പ്രമേയം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ആ പതാകയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ആ പതാക പിടിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ അവർ ലോകത്ത് ആർക്കും കേട്ടുകേൾവിയില്ലാത്ത ദുരന്തങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഭീകര പ്രവർത്തനങ്ങളും അക്രമങ്ങളും
എല്ലാം ലോകത്തുണ്ടായിട്ടുണ്ട്, വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മനുഷ്യന്റെ അതിക്രൂരമായ മനുഷ്യത്വത്തെ ചോദ്യം ചെയ്യുന്ന നിഷ്ഠൂരമായ തുല്യതയില്ലാത്ത അക്രമങ്ങൾക്ക്, മർദ്ദനങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു കവചമായി ഉപയോഗിക്കുന്ന ഒരു സംഘടനയെയും ഒരു പ്രസ്ഥാനത്തെയും നാം കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഒരു ഗർഭിണിയുടെ വയറ്റിൽ നിന്ന് ഒരു രൂപം കൊള്ളുന്ന ഒരു പിഞ്ചു പൈതലിനെ അടക്കം കുത്തി കുത്തി കൊലപ്പെടുത്തുകയും നടു റോട്ടിൽ ജനങ്ങളുടെ മുന്നിൽ അട്ടഹസിക്കുകയും ചെയ്യുന്ന ഒരു വർഗം, കുഞ്ഞുങ്ങളെ കഴുത്തെറുത്ത് റോഡിൽ പ്രദർശിപ്പിക്കുന്ന ഒരു വർഗം, ആണും പെണ്ണുമില്ലാത്ത സമൂഹത്തിലെ എല്ലാവരെയും നിഷ്ഠൂരമായ വധത്തിനും മർദ്ദനങ്ങൾക്കും വിധേയമാക്കിയ ഒരു സമൂഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പതാക ഉപയോഗിച്ചുകൊണ്ട് ലോകത്ത് നൃത്തം ചവിട്ടുന്ന ഒരവസ്ഥയുണ്ടാകും. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാം, IS എന്ന് പറയുന്ന ഒരു ഭീകര പ്രസ്ഥാനത്തെ കുറിച്ചാണ്. ഇസ്ലാമുമായി മുസ്ലിങ്ങളുമായി അതിന് യാതൊരു ബന്ധവുമില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം പ്രവാചകന്റെ പ്രബോധനത്തിന് ശേഷമുള്ള 14 നൂറ്റാണ്ടുകൾ ലോകത്ത് ഒട്ടധികം ഭരണകൂടങ്ങൾ മുസ്ലിങ്ങളുടെ നേതൃത്വത്തിലുണ്ടായി. ഇന്നും അത് സ്ഥിതി ചെയ്യുന്നു. ലോകത്ത് മനുഷ്യവാസമുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ഈ ആദർശ പ്രസ്ഥാനമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സമാധാന സന്ദേശം, അല്ലാഹു അക്ബർ എന്ന മഹത്തായ വിനയത്തിന്റെ ശബ്ദം, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഉത്തമ സമൂഹം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്നു. അവിടെയൊന്നും നേരത്തെ കേസി ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവിടെയൊന്നും ഇങ്ങനെ ഇസ്ലാമിനെ, പരിശുദ്ധ ഖുർആനിനെ, പ്രവാചകനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത്ര ക്രൂരമായ ഒരു സമീപനം സ്വീകരിച്ച ഒരു സമൂഹം ഉണ്ടായിട്ടില്ല. ആയുധമെടുക്കാൻ അനുവദിച്ചത് തന്നെ 13 വർഷങ്ങൾക്ക് ശേഷം. അത് തന്നെ നാട് വിട്ടുപോയി അഭയം തേടിയ ഒരു പ്രദേശത്ത് ജീവിക്കാൻ അനുവദിക്കാതിരുന്ന സാഹചര്യം, ഇസ്ലാമിന്റെ മുഴുവൻ ശത്രുക്കളെയും ഒരുമിച്ച് കൂട്ടി അഭയാർത്ഥികളായി പോയിടത്തു നിന്ന് പിടിച്ച് അവരെ ഉപദ്രവിക്കുകയും അവരെ വധിക്കുകയും ചെയ്യുന്ന കാലഘട്ടം, വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ വളരെ ശുദ്ധരായ മനുഷ്യരെ കൂട്ടമായി കൊലപ്പെടുത്തുന്ന ഒരു സന്ദർഭം, ഇതെല്ലാം ഉണ്ടായിട്ട് പോലും പ്രവാചകൻ അതിനെതിരിൽ ഒന്നും ചെയ്തില്ല, ക്ഷമിക്കുകയാണ് ചെയ്തത്. ഈ ചെയ്തവർക്ക് പുറത്തു കൊടുക്കാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള ഒരു പ്രവാചകന്റെ പേരിൽ അതിന് ശേഷമുള്ള കാലഘട്ടം നോക്കൂ. ഇവിടെ നേരത്തെ കേസ് ചോദിച്ചതുപോലെ എവിടെയാണ് വിശ്വാസത്തിന് വേണ്ടി വാളെടുത്തത്? വിശ്വസിക്കുക അല്ലെങ്കിൽ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞത് എവിടെയാണ്? ഉണ്ടായിട്ടില്ല. ഈ ഭ്രാന്തമായ അവസ്ഥ ലോകത്തുണ്ടായിട്ടില്ല. ഇന്നും നിങ്ങൾ നോക്കൂ, ലോകത്തെ വിവിധ രാഷ്ട്രങ്ങൾ, സമ്പന്നമായ രാഷ്ട്രങ്ങൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ തൊഴിലന്വേഷിച്ച് പോയി വളരെ ദീർഘമായ കാലം അവിടെ ജീവിതം മുഴുവൻ സമാധാനത്തോടു കൂടെ അവർ ജീവിക്കുന്നു. അവരുടെ സ്പോൺസർഷിപ്പ് ആരുടേതാണ്? ഇവിടുത്തെ ജോണിന്റെയും ഇവിടുത്തെ വേലായുധന്റെയും ഇവിടുത്തെ മറ്റ് മതങ്ങളിലെയും ആളുകൾ കൊല്ലങ്ങളായി അവിടെ തൊഴിലെടുക്കുന്നു. ആരാണ് സ്പോൺസർ? ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന മുസ്ലിങ്ങളാണ്. അവരാണ് അഭയം നൽകുന്നത്. അവരുടെ അഭയത്തിന് കീഴിൽ ലക്ഷക്കണക്കിൽ ആളുകൾ ഇന്ന് തൊഴിലെടുക്കുന്നു. വലിയ അംഗീകാരമാണ് അവർക്ക് നൽകുന്നത്. മുസ്ലിം സമ്പന്നരായ ആളുകളുടെ കീഴിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുഞ്ചിയ സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് മുസ്ലിങ്ങളല്ലാത്ത ആളുകളാണ്.
ആ ഭരണകൂടങ്ങൾ ഒരിക്കലും മുസ്ലിം അമുസ്ലിം എന്ന വേർതിരിവ് കാണിച്ചിട്ടില്ല. ഇത് ഇസ്ലാമിൻ്റെതാണ് ഈ ആശയമെങ്കിൽ നബിയുടെ കാലം മുതൽക്ക് ഇസ്ലാമികമായ വീക്ഷണത്തോടുകൂടെ ഭരണം നടത്തുന്ന ഭരണാധികാരികളാണെങ്കിലും മറ്റ് കാഴ്ചപ്പാടുകളിലൂടെ ഭരിച്ച ഏതെങ്കിലും സമ്പ്രദായങ്ങളുടെ ഭരണത്തിൽ വന്നവരാണെങ്കിലും ഈ നൂറ്റാണ്ടുകൾ അത്രയും മുസ്ലിങ്ങളാണ് സൗദി അറേബ്യയിൽ ഭരിച്ചത്. സൗദി അറേബ്യയിൽ ഏതെങ്കിലും ഒരു ഭരണകർത്താവ് ഈ വിശ്വാസത്തിന്റെ പേരിൽ അവിടെ അറുകൊല നടത്തിയ ചരിത്രം നമുക്ക് കേൾക്കാൻ കഴിയുമോ? മുസ്ലിങ്ങൾ പരസ്പരം ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്, രാഷ്ട്രീയമായ നിലക്കുള്ള യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പല തരത്തിലുള്ള ഈ വിശ്വാസത്തിനും അതുപോലെ പവിത്രമായ ദീനി കാഴ്ചപ്പാടുകൾക്കും വിരുദ്ധമായ നീക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വിശ്വാസത്തിന്റെ പേരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കാത്തതിന്റെ പേരിൽ മതത്തിന്റെ കാഴ്ചപ്പാട് എന്നുള്ള നിലക്ക് ഭീകര പ്രവർത്തനത്തിലൂടെ അമുസ്ലിങ്ങളുടെ രക്തം ചിന്താൻ ഒരു ഭരണകൂടവും തയ്യാറായിട്ടില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടെ സലഫികൾ എന്ന് പറഞ്ഞുകൊണ്ടും നമ്മെ സമൂഹത്തിൽ ഇകഴ്ത്തുവാൻ ശ്രമിച്ചുകൊണ്ടുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്ന തരത്തിലുമാണെങ്കിൽ ലോകത്ത് സലഫിയത്ത് നിലനിന്ന രാജ്യം സൗദി അറേബ്യയാണ്. ചില പാകപ്പിഴവുകളെല്ലാം ഉണ്ടെങ്കിലും ഈ കാലം വരെ നിലനിൽക്കുന്നു. അവിടെ ആരെങ്കിലും നിങ്ങൾ മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ ഏതെങ്കിലും നിലക്ക് ഭൗതികമായി ഉപദ്രവിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ബഹുദൈവ ആരാധകരിൽ നിന്ന് അവരുടെ ഇടയിൽ നിന്ന് മറ്റു അഹ്ലി കിതാബുകൾ വിശ്വസിക്കുന്ന ആളുകളിൽ നിന്ന് ഇവരെല്ലാം അവിടെ സ്വതന്ത്രമായി ജീവിക്കുകയാണ്. മറ്റേതൊരു രാജ്യത്തും ഇല്ലാത്ത സ്വാതന്ത്ര്യം അവർക്കെല്ലാവർക്കുമുണ്ട്. ഭരണകർത്താക്കളുടെ കൊട്ടാരങ്ങളിൽ അവർക്ക് സ്ഥാനമുണ്ട്. അവരുടെ ബിസിനസ്സുകളിൽ അവർക്ക് വളരെ അംഗീകാരമുണ്ട്. അവിടെയുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള പൗര സംരക്ഷണത്തിൽ ആ ഗവൺമെന്റ് ഉണ്ട്. എവിടെയെങ്കിലും നിങ്ങൾ കേട്ടോ? എൻ്റെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ് ഇതെങ്കിൽ സൗദി അറേബ്യയിൽ അത് കാണേണ്ടതല്ലേ? മാത്രമാണോ ഏറ്റവും വലിയ വിരോധാഭാസം ഈ IS-ന്റെ ഏറ്റവും വലിയ ശത്രു സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ സലഫിയത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു. ആ സൗദി അറേബ്യയെ നശിപ്പിക്കാനാണ് IS-ന്റെ ശ്രമങ്ങൾ നടക്കുന്നത്. അതുപോലെയുള്ള മുസ്ലിം രാഷ്ട്രങ്ങളെ നശിപ്പിക്കാനാണ്. പിന്നെ എങ്ങനെ ഇത് സലഫിയത്തുമായി യോജിക്കുന്നു അല്ലെങ്കിൽ അവരുടെ സന്തതിയാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുക? വളരെ അപകടകരമായ ചിന്തയും അതനുസരിച്ചുള്ള പ്രചരണങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാം അതിന് മറുപടി പറയാതെ, ചരിത്രം ജനങ്ങളുടെ മുന്നിൽ പഠിപ്പിച്ചു കൊടുക്കാതെ, ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ അതിൻ്റെ സമീപനങ്ങൾ എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാതിരുന്നാൽ, മനസ്സിലാക്കി കൊടുക്കാതിരുന്നാൽ, ഓരോരുത്തരും തോന്നിയത് കെട്ടി കെട്ടി ചമച്ച് കഥകൾ സൃഷ്ടിക്കുകയാണ്. ഈ IS, ഞാൻ എൻ്റെ കാര്യം പറയട്ടെ, ഇത് വന്ന് കുറച്ചു കാലം ഈ വാർത്തകൾ വരുന്നത് വരെ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് കൊല്ലങ്ങളായില്ലേ? ആധുനിക ലോകത്ത് ഇന്ന് നിലവിലുള്ള ഭരണകൂടങ്ങൾ, ആ ഭരണകൂടങ്ങൾ മാറി മാറി വരുന്നതും സ്വാതന്ത്ര്യം നേടുന്നതും പലരും ഭരണാധികാരികളായി വരുന്നതുമെല്ലാം കണ്ടുകൊണ്ടാണല്ലോ നമ്മുടെ വളർച്ച. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം തന്നെ 7 പതിറ്റാണ്ടുകൾ കഴിഞ്ഞില്ലേ? ഈ ഒരു കാലഘട്ടത്തിൽ ഒന്നും ആർക്കും ആരോപിക്കാനില്ലാത്ത, ആരും ശ്രദ്ധിക്കാത്ത തരത്തിലുള്ള ഒരു മൃഗീയമായ ഒരു ശൈലി സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു വിഭാഗം ആളുകൾ, ആ ആളുകൾ ഒരു നേതാവിനെ തെരഞ്ഞെടുക്കുന്നു. ആരാണ് ഈ നേതാവ്? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അബൂബക്കർ ബഗ്ദാദി. ആരാണ് ഇയാൾ? ഇതുവരെ ചരിത്രത്തിൽ ലോകത്തെ ഏതെങ്കിലും പണ്ഡിതന്മാരിൽ, പണ്ഡിത വിഭാഗത്തിൽ അയാൾ പെടുന്നുണ്ടോ?
ഭരണാധികാരികളിൽ പെടുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ബുദ്ധിജീവികളിൽ അയാളെ സംബന്ധിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരാണ് ഇയാളെ പ്രഖ്യാപിച്ചത് ലോകത്തിൻ്റെ ഖലീഫയായി? ലോക മുസ്ലിങ്ങളുടെ ഖലീഫ, ലോക മുസ്ലിങ്ങളുടെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ ഖലീഫ. ആരാണ് ഇയാൾ? നമുക്കറിഞ്ഞുകൂടാ. എന്താണ് IS നമുക്കറിഞ്ഞുകൂടാ. ഇവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പതാകയിൽ ചേർത്തിരിക്കുന്നു. എന്നിട്ട് ലോകത്തെ ഏറ്റവും മൃഗീയമായ ഭീകരമായ ശൈലിയിൽ ആര് എന്ത് രക്തച്ചൊരിച്ചിലുണ്ടാക്കിയാലും ധൈര്യമായി പിറ്റേന്ന് ഞങ്ങളാണത് ചെയ്തത് എന്ന് ഏറ്റെടുക്കുന്ന ഒരു വർഗം ലോകത്തുണ്ടായിട്ടില്ല. മറ്റേതൊരു ഭീകര പ്രസ്ഥാനങ്ങളും ഞങ്ങളല്ല അത് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ പേരിൽ സമർത്ഥിക്കാൻ ആണ് ശ്രമം നടക്കാറുള്ളത്. നമുക്ക് പരിചയം അങ്ങനെയാണ്. എന്ത് നടന്നാലും ശരി അതിൻ്റെ കുറ്റവാളി ഞങ്ങളല്ല എന്ന് പറയാൻ ധൃതി കാണിക്കുന്നതിനിടയിൽ എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് ഞങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു ക്രൂര മാനസികാവസ്ഥയുള്ള ഒരു വിഭാഗം ആളുകൾ. അവരുടെ രംഗപ്രവേശത്തോടു കൂടെ വളരെ നൊടിയിട കൊണ്ട് അവരെ നശിപ്പിക്കാൻ പറ്റാവുന്ന ശക്തികൾ ലോകത്തുണ്ട്. പക്ഷേ മനുഷ്യർ, രാഷ്ട്രങ്ങൾ, ഭരണകൂടങ്ങൾ ഒക്കെ തമ്മിലുള്ള സാമൂഹ്യമായ ഒരുപാട് കാലങ്ങളിലൂടെ രൂപം കൊണ്ട് ഒരുപാട് നന്മകൾ ഇവിടെയുണ്ട് വ്യവസ്ഥയിൽ. അതുകൊണ്ടാണ് ഈ നൊടിയിട കൊണ്ട് നശിപ്പിക്കാൻ കഴിയാവുന്ന രാഷ്ട്രങ്ങൾ സമാധാനപരമായി ഇവിടെ നിലനിൽക്കുന്നത്. ഈ ഒരു വ്യവസ്ഥ ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഈ ഭീകരപ്രസ്ഥാനത്തിൻ്റെ കടന്നുവരവോട് കൂടെ ഉണ്ടായ ഒരു ദുഃഖകരമായ അവസ്ഥ, അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല ചലനങ്ങളും ഉണ്ടാക്കി. അതിൽ ഏറ്റവും മാതൃകാപരമായി മനുഷ്യബന്ധങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ട് സമാധാനപൂർവ്വം ജീവിക്കുന്ന കേരളത്തിൽ പോലും അതിൻ്റെ ചില ചലനങ്ങൾ കാണാൻ തുടങ്ങി. ഈ ചലനങ്ങൾ പറഞ്ഞു മാധ്യമപ്രവർത്തകർ വളരെ ഗൂഢമായി നമ്മെ ലക്ഷ്യം വെക്കുന്ന ചില ആളുകൾ ഇവിടെ ഇങ്ങനെയുള്ള ഭീകരവാദത്തിലേക്കും തീവ്രവാദത്തിലേക്കും ജനങ്ങളെ കൊണ്ടുപോകാൻ ഇതുവരെ ശ്രമിച്ച ആളുകൾ സലഫി പ്രസ്ഥാനമാണ് അവർക്കെല്ലാം ശത്രുവായിട്ടുള്ളത് എന്നവരുടെ മനസ്സിൽ ദീർഘകാലമായിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ ഭീകരവാദികൾക്കും ഇവിടെ തീവ്രമായ ആശയങ്ങൾ, അത് ദുന്യവിയായ കാര്യങ്ങളിലാണെങ്കിലും ആത്മീയ കാര്യങ്ങളിലാണെങ്കിലും വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് അവർക്കെല്ലാം അവരുടെ മനസ്സിൽ ശത്രുവായി നമ്മെ കാണുന്നുണ്ട്. അതൊരു വസ്തുതയാണ്. അവസരം കിട്ടുമ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ നിൽക്കുകയാണ്. സലഫി പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഇതുവരെ ആർക്കും സംശയം ഉണ്ടായിട്ടില്ല. രക്തം ചിന്തലുകൾ ഇവിടെ നടന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വടക്കേ ഇന്ത്യയിൽ നടന്ന രക്തചിന്തലിൻ്റെ ഭീകരമായ ചരിത്രം, ആ ചരിത്രത്തിലെല്ലാം നമ്മുടെ ഉന്നതരായ നേതാക്കന്മാർ സമാധാനത്തിൻ്റെ സന്ദേശം അവർ ഉന്നയിച്ചുകൊണ്ട് സമുദായത്തിൻ്റെ സൗഹാർദ്ദം നിലനിർത്താൻ അവർ ശ്രമിക്കുകയുണ്ടായിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തരമുള്ള വിപ്ലവങ്ങൾക്കും അനന്തരമുള്ള ബാബരി മസ്ജിദ് തകർച്ച വരെയുള്ള സംഭവങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇവിടെ രക്തം ചിന്താൻ ആഗ്രഹിച്ച ആളുകൾക്കെതിരിൽ വളരെ ശക്തമായ ബോധവൽക്കരണവും നിലപാടും സ്വീകരിച്ചത് മുജാഹിദ് പ്രസ്ഥാനം അല്ലെങ്കിൽ സലഫി പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് സലഫി പ്രസ്ഥാനത്തെ ഇതിൽ കക്ഷി ചേർക്കാൻ ഒരു ഗൂഢശ്രമം ഇവിടെ നടക്കുകയും അതിൽ ഇത്തരം പ്രതിരോധ ശക്തികളെല്ലാം കക്ഷിയായി തീരുകയും ചെയ്തു. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഈ ഒരവസ്ഥയിൽ മുജാഹിദ് പ്രസ്ഥാനം അല്പം മിണ്ടാതിരുന്നു. കാരണം എടുത്തു ചാടി സാമൂഹ്യ അന്തരീക്ഷം അതിനെ ആകെ വെറുതെ വൃത്തികേടാക്കരുത്. ബുദ്ധിയില്ലാത്ത വിവരമില്ലാത്ത ആളുകൾ പരസ്പരം ഇത് കൈകാര്യം ചെയ്യുമ്പോൾ ഇവിടെ നാം ഓമനിച്ച് താലോലിച്ച് വളർത്തി നിൽക്കുന്ന ഐക്യം, ഒരു ബഹുസ്വര സമൂഹത്തിലുള്ള നമ്മുടെ ജീവിത ശൈലി,
നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന ചെയ്തി, ഇതെല്ലാം ഒരു വൈകാരികമായ എടുത്തുചാട്ടം കൊണ്ട് നശിച്ചു പോകും എന്ന ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ആദ്യകാലത്ത് നമ്മൾ അല്പം മാറിയത്. അപ്പോഴേക്ക് ഇതിനെ വികൃതമാക്കി, ഇതിനെ ഏറ്റവും മോശമായ നിലക്ക് സമൂഹത്തിൽ പരിചയപ്പെടുത്താൻ വളരെ കുബുദ്ധികളായ പത്രങ്ങളും മാധ്യമങ്ങളും ശ്രമം നടത്തുകയുണ്ടായി. അതിനൊപ്പം നമ്മുടെ സമൂഹത്തിൽ തന്നെ ഈ തീവ്രവാദ വേരുകൾ ഇവിടെ കുടികൊള്ളുന്ന പ്രസ്ഥാനങ്ങൾ നമ്മെ വിമർശിക്കാൻ കിട്ടിയ ഒരു അവസരം ശരിക്കും ഉപയോഗപ്പെടുത്താൻ അവർ രംഗത്തിറങ്ങി. യഥാർത്ഥത്തിൽ അവരായിരുന്നു ഇതിൻ്റെ ആളുകൾ. നമ്മളിത് പകരം പറയാൻ ഒരിക്കലും നമ്മൾ പരിപാടികൾ വെച്ചിട്ടില്ല, നമ്മളങ്ങനെ ശ്രമിച്ചിട്ടുമില്ല. ഇവിടെ പകരം പറയേണ്ട ഒരു സന്ദർഭമല്ല ഇത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തേണ്ട സന്ദർഭമല്ലത്. നേരെ മറിച്ച് ഇവിടുത്തെ മതസൗഹാർദ്ദം, ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കേണ്ട സമൂഹത്തിൽ ഒരു തീപ്പൊരി പോലും അപകടം സൃഷ്ടിക്കും എന്ന് മനസ്സിലാക്കി സമാധാനത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഇതിന് നോക്കിക്കണ്ടത്. പക്ഷേ കുറച്ചുകൂടി ഇങ്ങനെ കഴിഞ്ഞപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തെ തന്നെ അതിൻ്റെ ഒരു കക്ഷിയാക്കിക്കൊണ്ടുള്ള പ്രവർത്തനവും ആ നിലക്കുള്ള ഇകഴ്ത്തലുകളും കണ്ടപ്പോൾ പറ്റില്ല, നമ്മുടെ നയം, നമ്മുടെ നിലപാട് ശക്തമായി നമ്മൾ എടുത്തു പറയേണ്ട സന്ദർഭമാണ്. സ്വകാര്യ മീറ്റിങ്ങുകളിലൂടെയല്ല, ജനങ്ങൾ അറിയണം ഇത്. IS-നെ സംബന്ധിച്ച് എന്താണ് ഇസ്ലാമിക വീക്ഷണം നമ്മൾ പറഞ്ഞു. അത് ഒരു കാലത്തും ഇസ്ലാമുമായി യോജിച്ചു പോകുന്ന സംഘടനയല്ല. അതിൻ്റെ ക്രൂരമായ സമീപന രീതി ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഈ IS-മായി യാതൊരു വിധത്തിലുള്ള ബന്ധവും മുസ്ലിങ്ങൾക്കോ ഇസ്ലാമിനോ ഇല്ല എന്ന് തുറന്നു പറയാൻ വേദിയൊരുക്കി മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വന്നു. മാധ്യമങ്ങളിലൂടെയും അതുപോലെ പ്രഭാഷണങ്ങളിലൂടെയും ഈ ബോധവൽക്കരണം സജീവമായി കേരളത്തിലങ്ങ് നടന്നപ്പോൾ ഇപ്പോൾ ആദ്യ സന്ദർഭത്തിലുണ്ടായിരുന്ന അവസ്ഥ മാറിയിരിക്കുന്നു. സലഫി പ്രസ്ഥാനത്തെ കുറ്റപ്പെടുത്തുന്നത് ഇപ്പം നമ്മുടെ ഇടയിലുള്ള ചില സ്ഥിരമായി നമ്മുടെ ദഅവത്തിനെ പേടിക്കുന്ന വിഭാഗങ്ങളല്ലാതെ മറ്റാരുമില്ല. നമ്മുടെ ഇടയിൽ നിന്ന് തീവ്രമായി ഏതൊരാശയത്തിൻ്റെ ഏതെങ്കിലും ഒരു വ്യക്തി സംശയിക്കപ്പെടുന്നൊരവസ്ഥയിൽ എന്തു പറഞ്ഞാലും അതിന് അന്നേരം തന്നെ നടപടിയെടുക്കണം എന്നൊരവസ്ഥയിലേക്ക് നാം നീങ്ങി. നിങ്ങൾക്കറിയാം, ഈ അടുത്ത കാലത്ത് കുറച്ച് സംഘടനയുമായി ബന്ധപ്പെട്ട ചില ആളുകൾ പുറത്തു പോവുകയുണ്ടായി, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുകയുണ്ടായി, അവരെ സംഘടനയിൽ നിന്ന് ഒഴിവാക്കി. അവരുടെ സമീപനങ്ങളിൽ ഒരിക്കലും നമ്മുടെ മുൻഗാമികൾ സ്വീകരിച്ച സമീപനമല്ലാതെ വളരെ വികലമായ സാമൂഹ്യ അന്തരീക്ഷത്തെ വഷളാക്കുന്ന തരത്തിലുള്ള ഇസ്ലാമികമല്ലാത്ത സമീപന രീതിയും വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അസഹിഷ്ണുത ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒറ്റപ്പെട്ട ശ്രമങ്ങൾ നാം കണ്ടു. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും സലഫി പ്രസ്ഥാനം പങ്കുചേരരുതെന്നും അതുമായി അങ്ങനെയുള്ള കാഴ്ചപ്പാടുള്ളവർക്ക് ഈ പ്രസ്ഥാനത്തിൽ നിലനിൽപ്പില്ല എന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിൻ്റെ ഉന്നത തലങ്ങളിലെല്ലാം ചർച്ച നടക്കുകയും അതനുസരിച്ചുള്ള തീരുമാനമെടുക്കുകയും ചെയ്തുകൊണ്ടാണ് സമുദായത്തിൽ ബോധവൽക്കരണം നടത്താൻ ഇറങ്ങിയത്. സമാധാനത്തിൻ്റെ മതമാണ് ഇസ്ലാം. എല്ലാ രംഗത്തും അതിന് സമാധാനം ആഗ്രഹിക്കുന്നു. നബി അങ്ങനെയാണ് ജീവിച്ചത്. നബി ആരോടാണ് പ്രബോധനം ചെയ്തത്? ഇവിടെ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് ശരിയോ തെറ്റോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രചരിപ്പിക്കുന്നത് ശരിയാണെങ്കിൽ ഇസ്ലാമിനെ ദഅവത്ത് ചെയ്യാൻ സാധിക്കുമോ? ഒരു മുസ്ലിം പോലും ഇല്ലാത്ത പ്രദേശത്തല്ലേ പ്രവാചകൻ ഇസ്ലാം ദഅവത്ത് പ്രബോധനം ചെയ്തത്? ആദ്യം തന്നെ വരുന്നവനെ കുത്തിക്കൊണ്ടാണെങ്കിൽ, അവൻ്റെ ചോരയൊലിപ്പിച്ചുകൊണ്ടാണെങ്കിൽ ആരാണ് ഇസ്ലാമിനെ ഉൾക്കൊള്ളാനുണ്ടാവുക? ആ ഒരു പ്രവാചകനെ സമൂഹത്തിൽ ആരാണ് നിലനിർത്തുക? നേരെ മറിച്ച് മരണം വരെ കണ്ടുമുട്ടുന്ന മുഴുവൻ ആളുകളെയും നേരെ പുഞ്ചിരിച്ചുകൊണ്ട് മാതൃകാപരമായ സ്വഭാവ വിശേഷത്തോടു കൂടെ ജീവിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിജയം എല്ലാ ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയത് അങ്ങനെയാണ്.
അത്ര വേഗതയിലാണ് ഇസ്ലാമിൻ്റെ പ്രചരണം. നബി ഇവിടെ പഠിപ്പിച്ച സ്വഭാവങ്ങൾ, ആ ഗുണങ്ങൾ, സ്വഭാവ ഗുണങ്ങൾ അതെല്ലാം വളരെ മാതൃകാപരമായി ഇവിടെ പ്രചരിപ്പിക്കപ്പെടുകയുണ്ടായി. അതാണ് നമ്മുടെ യഥാർത്ഥമായ ചിത്രം. നേരെ മറിച്ച് ഏതെങ്കിലും മാനസിക നില തെറ്റിയവരോ ഏതെങ്കിലും ഭ്രാന്തമായ അഭിപ്രായങ്ങൾ വെച്ച് പുലർത്തുന്നവരോ എന്തെങ്കിലും ചെയ്യുന്നത് മുഴുവൻ ഇസ്ലാമിന് ബാധകമല്ല എന്ന് ഇസ്ലാമിലെ എല്ലാ വിഭാഗം ആളുകളും, ഇതിവിടെ ഒരു വിഭാഗത്തെ മാത്രം ബാധിക്കുന്നതല്ല, പറഞ്ഞ് വളരെ ആവശ്യമായി ഏത് ദിവസങ്ങളും സംഘർഷമുണ്ടാക്കുക. എല്ലാ സ്ഥലങ്ങളും നമ്മുടെ മുൻഗാമികൾ ഇവിടെ ജീവിച്ച ചരിത്രം നമുക്കുണ്ട്. അവർ ദഅവത്ത് ചെയ്തതുണ്ട്, അവരെ സംബന്ധിച്ച് സമൂഹം വിലയിരുത്തിയതുണ്ട്. അവരൊന്നും രക്തം ചിന്തുന്നവരോ ഏതെങ്കിലും അവരെ രക്തം ചിന്താൻ ശ്രമിച്ച സന്ദർഭങ്ങളിൽ പോലും ക്ഷമയോടെ അതിനെ നേരിട്ട ആളുകളാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഭീകരവാദത്തിനെതിരുള്ള ബോധവൽക്കരണത്തിൽ പണ്ഡിതന്മാർ അല്ലെങ്കിൽ സംഘടനാ നേതാക്കൾ മാത്രം പോരാ, നമ്മളെല്ലാം കരുതിയിരിക്കണം. ഭീകരവാദം ആ നിലക്കുള്ള ചിന്തയോ ഉള്ളവർക്ക് ഇസ്ലാമിൽ ഒരു സ്ഥാനവും ഉണ്ടാവുകയില്ല. അത് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൽ സഹിഷ്ണുതയില്ലാതെ പെരുമാറുന്ന ആളുകൾ, അത് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകാം, അതൊക്കെ സമാധാനപരമായി കൈകാര്യം ചെയ്യുന്ന ആളുകളല്ലാതെ വികാരജീവികൾ ഉണ്ടായിക്കൂടാ. അങ്ങനെയുള്ള ആളുകളാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. അത് മുൻകൂട്ടി മനസ്സിലാക്കുകയും നേരത്തെ അതിനെ കണ്ടെത്തുകയും ചെയ്തുകൊണ്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ, സലഫി പ്രസ്ഥാനത്തിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ മുഴുവൻ നടന്നു. അതുകൊണ്ടാണ് നാം ഇന്ന് രക്ഷപ്പെടുന്നത്, എവിടെയും നമുക്ക് തുറന്നു പറയാൻ സാധിക്കുന്നത്. ഇത്തരം വികാരജീവികളെയും തീവ്രവാദികളെയും നാം കൊണ്ടു നടക്കുകയായിരുന്നുവെങ്കിൽ അതിൻ്റെ പാപഭാരം മുഴുവൻ ഏറ്റെടുക്കാൻ സംഘടനയും അതിന് വിധേയമാകുമായിരുന്നു. ആ ഒരവസ്ഥ ഇല്ലാതായി നമുക്ക് തുറന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ പറയാൻ, ആരായാലും ഏത് പ്രസ്ഥാനത്തിനും അങ്ങനെയുള്ള ഒരു സമീപനം സ്വീകരിച്ചാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഭീകരവാദം ഇല്ലാതാകും. നമ്മുടെ ഇന്ന് ഈ സമാധാന അന്തരീക്ഷത്തിന് ഭംഗം വരുത്തുന്ന തരത്തിലുള്ള ഭീകരവാദങ്ങളെയും ആത്മീയ തീവ്രതയെയും, ഈ ആത്മീയ തീവ്രത എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയണം, എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയണം. എന്നാലേ നമ്മുടെ നന്മയുടെ മാർഗം നമുക്ക് അവർക്ക് ഉപദേശിച്ചു കൊടുക്കാനും അവരതിലേക്ക് കൊണ്ടുവരാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ പ്രതിപക്ഷ ബഹുമാനം, ആദരവ് പ്രവാചകന്റെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. സ്വന്തം പള്ളിയിൽ പോലും ഇതര മതവിഭാഗത്തിലുള്ള ആളുകളെ സംസാരിച്ചിരിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനാ സമയത്ത് ആ പള്ളി ഉപയോഗിക്കാൻ സന്നദ്ധത കാണിച്ച് ഇന്നാരെങ്കിലും ഉപയോഗിച്ചാലോ? ആലോചിച്ച് നോക്കി. ഇപ്പം നമ്മൾ ഒരു തീവ്രതയില്ലാത്തവരാണ്, എന്നാൽ പോലും ഒരു ക്രിസ്തീയ പുരോഹിതന്മാരുടെ സമൂഹത്തിന് അവിടെ ഒരു പ്രാർത്ഥിക്കാൻ നമ്മുടെ പള്ളിക്ക് സ്ഥലം നൽകിയാൽ അവിടെ എന്ത് ബഹളം ഉണ്ടാവും? ആരാ സമ്മതിക്കും? നബിയുടെ പല സമീപനങ്ങളിലും ക്ഷുഭിതരായി സഹാബത്ത് പലരും അതിന് പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന രൂപത്തിൽ അവരുടെ ഭാവം കണ്ട് വന്നപ്പോഴേക്കും തന്നെ നബി അവിടെ ഇരിക്കാൻ പറയുകയും ശാന്തമായിരിക്കാൻ പറയുകയും നബി അതിൻ്റെ വസ്തുതകൾ അവരെ തുറന്ന് പറയുകയും ചെയ്ത്, അങ്ങനെയാണ് അവരെ എല്ലാം മിതവാദികളും വളരെ പക്വതയുള്ള ആളുകളും പ്രതികരണത്തിൽ സംസ്കരണം വരുത്തിയതും ഒക്കെ അങ്ങനെയാണ്. ഒരു പള്ളി ഞാൻ ഉദാഹരണം പറയാനുള്ള കാരണം, നബിയുടെ പള്ളിയിൽ ആരാധന നടത്താൻ ക്രൈസ്തവ സമൂഹത്തിന് പുരോഹിതന്മാർക്ക് അനുവാദം കൊടുക്കുക, അത് മാത്രമാണ്. ഒരുപാട് സംഭവങ്ങൾ അത് നമ്മൾ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വഫാത്ത് വരെ ഇതര മതവിഭാഗങ്ങളോടുള്ള നബിയുടെ പെരുമാറ്റങ്ങൾ എന്തായിരുന്നു? നബിയുടെ ജീവിതത്തിൽ നിന്നാണ് അതിന് നമുക്ക് മാതൃക. അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭീകരനായി ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ അത് ഏറ്റെടുക്കാൻ നമുക്ക് സാധ്യമല്ല. അതിനെ തള്ളിപ്പറയാൻ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ നമുക്ക് സാധിക്കണം. ഇപ്പം പറഞ്ഞ് എന്തൊക്കെയോ ആകുന്നു. ലോകത്തെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ എവിടെയും സ്വീകരിക്കാത്തൊരു മാർഗം. ചില ഒറ്റപ്പെട്ട ആളുകൾക്കാണ് ദീന് മനസ്സിലാക്കിയത് എന്നുള്ള നിലയ്ക്ക് എന്തെല്ലാമോ പറഞ്ഞ് കാട്ടിക്കൂട്ടുന്നു. ഞാൻ നിർത്തുകയാണ്. ഇവിടെ ഒരു വളരെ ശക്തമായിട്ടുള്ള ബോധവൽക്കരണം, ദഅവത്ത് എങ്ങനെയാണ് നാം നടത്തേണ്ടത്, ഇതര മതവിഭാഗങ്ങൾക്കിടയിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയായിരിക്കണം,
നമ്മുടെ ജീവിതത്തിലൂടെ ആയിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരുത്തൻ അവിടെ വന്നിട്ടുണ്ട്, പേടിയാണ്, ഞാൻ അവിടെ താമസിക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ ഇവരുണ്ടാക്കുന്ന വീക്ഷണം. നേരെ മറിച്ച് മുസ്ലിങ്ങൾ ഭരിച്ചിരുന്ന കാലഘട്ടം, അബ്ദുറഹ്മാൻ രണ്ടാമൻ്റെ കാലഘട്ടം, സ്പെയിനിലെ ചരിത്രങ്ങൾ എടുത്തുദ്ധരിക്കുമ്പോൾ മുസ്ലിങ്ങൾ ഇടതിങ്ങി താമസിക്കുന്ന സ്ഥലത്ത് ഭൂമിക്ക് വില കൂടുമായിരുന്നു. ഭൂമി കൂടുതൽ വിലയുള്ള സ്ഥലം അത് മുസ്ലിങ്ങൾ താമസിക്കുന്ന സ്ഥലമായിരുന്നു. എന്താണതിന് കാരണം? അവരെ സുരക്ഷിതമായി, ഏത് മതത്തിൽപ്പെട്ടവർക്കും അവരുടെ കുടുംബത്തെ സുരക്ഷിതമായി അവിടെ ഏൽപ്പിച്ച് അവർക്ക് നാടുവിട്ട് അവരുടെ തൊഴിലുമായി അവർക്ക് എവിടെ വേണമെങ്കിലും പോകാം. ആ സംരക്ഷണം അവിടെ അയൽവാസികളായ മുസ്ലിങ്ങൾ അവരേറ്റെടുക്കുമെന്നാണ്. അവരെ ഇങ്ങനെ ഭീകരന്മാരാക്കി ആളുകൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി പറയുമ്പോൾ അതിനെ തടയിടാൻ ശക്തമായി നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പുണ്യം ലഭിക്കുമെന്നുള്ള നിലക്ക് തന്നെ ഇറങ്ങണം. അങ്ങനെ ഒരു വ്യക്തി ഒരു നാട്ടിലുണ്ടായാൽ മതി. ഇപ്പം തന്നെ നോക്കിങ്ങൾ, ഇതുവരെ എന്ത് ഭിന്നിപ്പുണ്ടായാലും നടക്കാത്ത തരത്തിലുള്ള സ്വഭാവവും സമീപനവും അല്ലേ ഈ ഒരു തീവ്രവാദങ്ങൾ മനുഷ്യനിലേക്ക് കടന്നു വരുമ്പോഴുണ്ടാകുന്നത്? എത്ര പള്ളികൾ പൂട്ടേണ്ടി വന്നു, എത്ര സ്ഥാപനങ്ങൾ കയ്യേറി. ഇതര മതവിഭാഗങ്ങൾ തന്നെ ചോദിക്കുന്നു, എന്താണ് ഇതിന് കാര്യം? ഇതുവരെ ഇല്ലാത്ത ഈ ഒരവസ്ഥ, അത് ഈ ഒറ്റപ്പെട്ട വ്യക്തികളുടെ മനസ്സിനെ തീവ്രവാദം അവരെ സ്വാധീനിച്ചതാണ്. ഇന്ന് ഈ പറയുന്ന തരത്തിലുള്ളതല്ലെങ്കിലും അതിൻ്റെ തുടക്കം, അത് ഇഴഞ്ഞു വരുന്ന രൂപത്തിൽ അവരുടെ മനസ്സിനെ സ്വാധീനിച്ചതാണ്. നാം ഈ ഭീകരവാദത്തിനെതിരിലുള്ള ബോധവൽക്കരണം കേരളത്തിൽ ഇന്ന് പൂർണ്ണമായി ഏറെക്കുറെ എല്ലാ ജില്ലകളിലും അത് സജീവമായി നടന്നു കഴിഞ്ഞു. ഇനി നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, ബന്ധങ്ങളിൽ അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ച പല ആഘോഷ ദിവസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടേറെ ചർച്ചകൾ ഇവിടെ വരുന്നു. ഈ ചർച്ചകൾ ഇവിടുത്തെ സമാധാന ബന്ധങ്ങളെയും സമാധാന ജീവിതത്തെയും അത് സാരമായി ബാധിക്കും എന്ന ഗൗരവം നമ്മൾ മനസ്സിലാക്കുകയും അങ്ങനെയുള്ള തീവ്രവാദ സമീപനം സ്വീകരിക്കുന്ന വ്യക്തികളെ ഒറ്റപ്പെടുത്തുന്നതിൽ മത വിശ്വാസം നമ്മളെ ഭിന്നിപ്പിച്ച് നിർത്താതെ ആ സമൂഹത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളിൽ നമ്മൾ രംഗത്തുണ്ടാവുകയും മുന്നിലുണ്ടാവുകയും ചെയ്യണം. അതാണ് പ്രവാചകന്റെ ശൈലി. പ്രവാചകൻ സ്വീകരിച്ചും അത് തന്നെയാണ്. നീ ഉത്തമമായ സ്വഭാവത്തോടു കൂടെ നീ ഈ ദഅവത്ത് നടത്തിയതാണ്. ഈ ജനങ്ങളെല്ലാം നിന്റെ കൂടെ ഉണ്ടായത്. നേരെ മറിച്ച് അവരോടെല്ലാം തീവ്രമായ ഭീകര സമീപനമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ലം ഫദ്ദു മിൻ ഹൗലിക്, നിന്റെ ചുറ്റുഭാഗത്ത് മുഴുവൻ അവർ ഒഴിഞ്ഞു പോകുമായിരുന്നു, നിന്നെ അവർ ബഹിഷ്കരിക്കുമായിരുന്നു എന്ന വിശേഷണം ഖുർആൻ പറയുന്നത് നോക്കുക. ആ നിലക്ക് നമ്മൾ ഈ സന്ദർഭത്തെ ശരിക്ക് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഐക്യവും സമാധാനവും ഇതര മതവിഭാഗങ്ങളുള്ള സമീപനവും ഇതര ആദർശക്കാരോടുള്ള സമീപനവും എല്ലാം അതിൽ ഇതുവരെ നമ്മുടെ മുൻഗാമികൾ സ്വീകരിച്ച ആ ഉത്തമമായ മാർഗം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.